മഹാകുംഭമേളയ്ക്കിടെ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന തീർത്ഥജലം കൊണ്ട് പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ അഭിഷേകം നടത്തി. ശ്രീ പഞ്ച് ദശാനാം ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയാണ് പുണ്യജലം കൊണ്ടുവന്നത്. 100 കണക്കിന് ഭക്തരാണ് ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയായത്. പ്രധാനപ്പെട്ട 13 നാഗസന്യാസി സമൂഹത്തിൽ വച്ച് ഏറ്റവും പ്രാചീനമായ ശ്രീ പഞ്ച് ദശാനാം ജൂന അഖാഡയുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായി അഭിഷേകം ചെയ്യപ്പെട്ട സ്വാമിയാണ് ആനന്ദവനം ഭാരതി. സ്വാമി മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവന്ന തീർത്ഥജലം കൊണ്ട് ദേവിക്ക് അഭിഷേകം നടത്തി. വലിയ നിയോഗം നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ ധർമ്മത്തിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലകൊള്ളുന്ന അഖാഡ ദക്ഷിണ ഭാരതത്തിൽ ഇന്ന് നമ്മുടെ സനാതനധർമ്മം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും അതിന് ആ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ധർമ്മത്തിനും സമാജത്തിനും പുതിയ ശക്തിയും കരുത്തും പകരുന്നതിനും വേണ്ടിയിട്ട് അഖാഡയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഭാരതത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്നാലോചിക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സ്ഥാനത്തിലേക്ക് നമ്മളെ പരിഗണിക്കേണ്ടായത്. ആ ദൗത്യം ഏറ്റെടുക്കുന്നതിന് ജഗദീശ്വരിയോട് കരുത്തു തരുന്നതിന് വേണ്ടിയിട്ട് ജഗദീശ്വരിയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. പുണ്യജലം ക്ഷേത്രത്തിലെത്തിയത് വലിയ ഭാഗ്യമാണെന്ന് ക്ഷേത്ര PRO പള്ളിക്കൽ സുനിൽ പറഞ്ഞു. മഹാദേവതകൾ സ്ഥാനം കൊള്ളുന്ന സ്ഥലങ്ങളിലേക്ക് പുണ്യതീർത്ഥങ്ങൾ തനിയെ ഒഴുകി വരും എന്ന് പുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ സാധകമായത് പൗർണമിക്കാവിലാണ്. അക്ഷരദേവിയന്മാരുടെ മധ്യത്തിൽ കുടികൊള്ളുന്ന പൗർണമിക്കാവ് ബാലഭദ്രയുടെ അടുത്തേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ മഹാകുംഭമേളയിലെ തീർത്ഥജലം ഒഴുകി വന്നപ്പോൾ ദേവീ ഭാഗവതത്തിൽ ആരാമം തേടി വണ്ട് പറന്ന് പുഷ്പത്തിൻ്റെ മുകളിലിരുന്ന് തേൻ നുകരുന്ന ഒരു പ്രതീതിയാണ് പൗർണമിക്കാവിൽ ഇതിലൂടെ നമുക്ക് ലഭിച്ചത്. പൗർണമി ദിവസം മാത്രമാണ് സാധാരണ ഇവിടെ നട തുറക്കുന്നത്. എന്നാൽ മഹാകുംഭമേളയിലെ ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നതിനായി പ്രത്യേകം നട തുറക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.